നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാനെ ആരും അങ്ങനെ പെട്ടെന്ന് മറക്കാനിടയുണ്ടാകില്ല. അഫ്വാനുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അഫ്വാന് ജയിലിൽ കിടന്നപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ തന്നെ ഉണ്ട്. ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അഫ്വാൻ പറയുന്നത് അഫ്വാന് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം അത് തുടരണം എന്നാണ്. എനിക്ക് പഠിക്കണം സാറേ എന്നാണ് അഫ്വാൻ ഇപ്പോൾ പറയുന്നത്. അഫ്വാന്റെ ആവശ്യവും മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ്. പല കേസുകളിലെയും പ്രതി കാപ്പ ചുമത്തിയിരിക്കുന്ന അടക്കം പല കേസുകളിലെയും പ്രതികൾ ഇത്തരത്തിൽ പഠനം നിർത്തിവെച്ച് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം തുടരുകയും പിന്നീട് അത് പഠിക്കാൻ മുന്നോട്ട് വരികയും ആ പഠനം തുടർന്ന് കൊണ്ടുപോവുകയും പരീക്ഷ എഴുതുകയും റാങ്ക് എടുക്കുകയും ഒക്കെ ചെയ്തത് ഇതിനു മുൻപ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പൂജപ്പുര ജയിലിൽ UT ബ്ലോക്കിൽ കഴിയുന്ന അഫ്വാന്റെ ആഗ്രഹങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് ഈ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം എന്നുള്ളതാണ്. അച്ഛനേക്കാൾ ഉപരി അമ്മയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് തന്റെ പാതി വഴിയിൽ മുടങ്ങിയ പഠനത്തെ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തണമെന്നൊരു ആഗ്രഹവും കൂടി അഫ്വാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും വിചാരണ കാത്തു കിടക്കുകയാണ്. അഫ്വാൻ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കേസുമായി കൂടുതൽ വിശദാംശങ്ങൾ ഇനി മുന്നോട്ട് പോവുക. വാദമൊക്കെ ഇനി ആരംഭിക്കുകയുള്ളൂ. സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ഓട്ടോ തൊഴിലാളിയുണ്ട്, അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ചുറ്റിക, മുളക് പൊടി, ബാഗ് എന്നിവ വാങ്ങിയ കടക്കാരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ സാക്ഷികളായിട്ടുണ്ട്. പക്ഷെ കൊലപാതകം നേരിട്ട് കണ്ട ആരുമില്ല. സ്വയം തന്നെ സമ്മതിക്കുകയായിരുന്നു. ഇങ്ങനെ ഞാൻ കൊല ചെയ്തു എന്ന് സമ്മതിക്കുകയായിരുന്നു. മാത്രമല്ല പ്രധാനമായും അമ്മയുടെ മൊഴി കൂടി നിർണായകമാവുകയാണ്. ഇനി ഷെമിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ജയിലിൽ UT ബ്ലോക്കിലാണ് അഫ്വാൻ ഇപ്പോൾ ഉള്ളത്. തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ കാണണമെന്നുമാണ് അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്തായാലും കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണെന്ന് അധികൃതർ പറയുന്നുണ്ട്. നിലവിൽ അഫ്വാൻ ആത്മഹത്യാ പ്രേരണ ഇല്ല എന്ന് ജയിൽ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫ്വാൻ. നേരത്തെ ഈ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും അഫ്വാൻ പലതരത്തിലും ഈ ആത്മഹത്യ പ്രേരണ ചെയ്യും, അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നല്ല നടപ്പിലാണ് അഫ്വാൻ എന്ന് പറയുമ്പോഴും തന്റെ മനസ്സിൽ ഇവരെയൊക്കെ കൊന്നുകളഞ്ഞാൽ ഇപ്പോൾ അതായത് ഇപ്പോൾ കടമില്ലാതെ കടം ചോദിച്ച് വരാൻ ആളില്ലാതെ മറ്റ് ഒരാവശ്യത്തിന് ബുദ്ധിമുട്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെയൊക്കെ തന്നെ സുരക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം. അഫ്വാൻ ഈ ജയിലിന് പുറത്ത് ഈ വീട്ടിൽ അനുഭവിച്ച ആ ടെൻഷനും വിഷമവും ദുഃഖവും മരിക്കാൻ ഏത് നിമിഷം തയ്യാറാകുന്ന തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ദൂരത്തിന്റെ പേരിലാണ്. പക്ഷെ എന്നിരുന്നാലും പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി കടം വാങ്ങി കടക്കാരെ പേടിച്ച് നടന്ന് എന്നാലും തന്റെ ആഗ്രഹം ദൂർത്തൊന്നും നടക്കാതെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ എന്തുകൊണ്ടും ഇപ്പോൾ ജയിലിനകത്ത് അഫ്വാൻ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും അഫ്വാൻ ഏറ്റവും കൂടുതൽ ജീവന് തുല്യം സ്നേഹിച്ച അനുജനും ഫർസാനയും ഒക്കെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അഫ്വാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് പോയ നന്നായി എന്നാണ് പറയുന്നത്. ഈ ബുദ്ധിമുട്ടിനിടയിൽ അവരും കൂടെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ അവരും കൂടെ പോയല്ലോ എന്നത് സമാധാനം എന്ന് പറയുകയാണ് അഫ്വാൻ. എന്തായാലും അഫ്വാൻ ഇപ്പോൾ ചിന്ത ഉണ്ട്. പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠിത്തവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഫ്വാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അടക്കമുള്ളവ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല BCom ആണ് പഠിച്ചത് എന്ന് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പാതി വഴിയിൽ വെച്ച പഠനം മുടക്കിയതിനു ശേഷം ഫുഡ് ഡെലിവറിക്ക് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതേക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നിരുന്നില്ല. എന്തായാലും റഹീമിന് അറിയാവുന്ന കാര്യം റഹീം പറഞ്ഞിരുന്നത് അഫ്വാൻ എപ്പോഴും ഗൾഫിൽ വരണം, ഗൾഫിൽ വന്ന് നിൽക്കണം എന്നുമാണ് പറഞ്ഞിരുന്നത് എന്നാണ്. ഗൾഫിൽ വരണം, വാപ്പ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് എപ്പോഴും ഫോൺ വിളിക്കും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നീ ഒന്ന് സമാധാനപ്പെടും, ഒരു 6 മാസത്തിന് ശേഷം നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അഫ്വാൻ അത്തരത്തിൽ അഫ്വാന്റെ ആഗ്രഹത്തിനോട് പൂർണ്ണമായും തടസ്സം നിൽക്കാതെ നീ ഒന്ന് സമാധാനപ്പെട്, നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പ് നൽകുകയായിരുന്നു ഈ റഹീം ചെയ്തിരുന്നത്. എന്തായാലും ഈ നിലവിൽ അഫ്വാനെ പ്രാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ജയിലിൽ UT ബ്ലോക്കിലാണ് അഫ്വാൻ ഉള്ളത്. തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ കണ്ട് പറയേണ്ടത് എന്നുള്ള ആഗ്രഹവും കൂടിയുണ്ട്. എന്തായാലും തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അഫ്വാൻ ഉള്ളത്. നേരത്തെ ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതില്ല എന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിലും പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം വൻ സാമ്പത്തിക ബാധ്യത മാത്രമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ അഫ്വാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക്
പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. വൻ തുക കടം കൊടുത്ത് തീർക്കാൻ ഉണ്ടായിരുന്നപ്പോഴും അഫ്വാൻ 2 ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിയിരുന്നു. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫ്വാനും ഉമ്മയും. കൂട്ടക്കൊല നടക്കുന്നതിന്റെ തലേ ദിവസം അഫ്വാൻ സുഹൃത്തിൽ നിന്ന് 200 രൂപ കടം വാങ്ങിയിരുന്നു. അഫ്വാന്റെയും പിതാവ് റഹീമിനും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ റഹീം രംഗത്തെത്തിയിരുന്നു. അനുജനും ഉമ്മയും തെണ്ടുന്നത് കാണാതിരിക്കാനാണ് താൻ അത്തരത്തിലുള്ള ക്രൂരത ചെയ്തത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊല കേസ് നടന്നത്. സഹോദരനും കാമുകിയും അടുത്ത ബന്ധുക്കളും ഈ അടക്കം 5 പേരാണ് ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് കൊന്നത്. മാതാവിനെ മാരകമായി ആക്രമിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ വിവരം അറിയിക്കുകയായിരുന്നു അഫ്വാൻ ചെയ്തത്. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാൻ വീട്ടിനുള്ളിൽ തന്നെ വളർത്തിയ മകൻ കൂടിയാണ് ഈ കൊലപാതകത്തിന് പ്രതിയായി മാറിയത്. പുറത്ത് എവിടെ പോയാലും അമ്മയും മക്കളും ഒരുമിച്ചാണ് പോകാറുള്ളത്. ഈ കേസിലെ പ്രതി അഫ്വാനെ മാതാവ് ഷെമി വളർത്തിയത് കൂട്ടിലടച്ച കിളിയെ പോലെ തന്നെയായിരുന്നു. അഫ്വാന് 10 വയസ്സുള്ളപ്പോഴാണ് അനുജൻ അഫ്സാന്റെ ജനനം. പിന്നീട് അനുജനായിരുന്നു അഫ്വാന്റെ കൂട്ടുകാരനും പ്രിയപ്പെട്ടവനും എല്ലാം. പിതാവ് റഹീമിന്റെ നാടായ താഴെ പാങ്ങോട് മുത്തശ്ശിയുടെ ലാളനയിലായിരുന്നു അഫ്വാന്റെ ബാല്യം. MAM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ല. പഠന സൗകര്യം മുന്നിൽ കണ്ടാണ് വെഞ്ഞാറമൂട്ടിൽ അഫ്വാന്റെ പിതാവ് വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നതും. കൂടെ പഠിച്ചവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുമെന്നല്ലാതെ ഒന്ന് മിണ്ടുക കൂടിയില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പുറത്തിറങ്ങിയാൽ മാതാവ് ഷെമിയോ അനുജനോ എപ്പോഴും കൂടെ ഉണ്ടാകും. വീടിന് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു നൽകും. സുഹൃത്തിന്റെ സ്വർണം ഇടയ്ക്ക് പണയം വെക്കുകയും തിരിച്ചെടുത്ത് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും പെൺകുട്ടിയുടെ സ്വർണം വാങ്ങി പണയം വെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും വിദ്യാഭ്യാസം തുടരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും 5 പേരെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ കൊലപാതക തന്നെയാണ്. 23 വയസ്സെന്നോ അല്ലെങ്കിൽ അത് പഠിക്കണമെന്ന ആഗ്രഹമോ ഇതൊന്നും തന്നെ നമുക്ക് വില പോവുകയില്ല. തക്കതായ ശിക്ഷ, മാതൃകാപരമായുള്ള ശിക്ഷ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അഫ്വാനുമാർ നമ്മുടെ നാട്ടിൽ ഉണർന്നു വരും, ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്തായാലും അമ്മ ഷെമി എന്തോ ഒരു ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം, അല്ലെങ്കിൽ 5 എന്ന കണക്ക് 6ലേക്ക് മാറും. എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ, അതായത് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ 5 കൊലപാതകവും നടത്തിയിരിക്കുന്നത്. 6 കൊലപാതകം നടത്താനാണ് ശ്രമിച്ചത്, പക്ഷെ 5 കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കേസിന്റെ വിചാരണ ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.